എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമ. ഞാൻ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ സ്കൂള് അടിപൊളിയാണ്. എന്നെ പോലെ 4000-ഓളം മിടുക്കി പെൺകുട്ടികളാണ് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു സുഹൃത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തല ഇറങ്ങി വീണു. അപ്പോൾ ടീച്ചർമാരെല്ലാവരും കൂടെ അവളെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 10നും 17നും വയസ്സിനിടയിലുള്ള പെൺകുട്ടികളാണ് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നത്. ഈ കുട്ടികൾക്ക് ദിവസേന കുഞ്ഞു കുഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും സ്വാഭാവികമാണ്. 4000-ഓളം പെൺകുട്ടികളുണ്ട് അവിടെ. അപ്പൊ ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി സ്കൂളിൽ തന്നെ ഒരു ഹെൽത്ത് ക്ലിനിക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കില്ലേ എന്ന് ഞാൻ ആലോചിച്ചു. ഈ കാര്യം ഞാൻ ടീച്ചർമാരോട് ചോദിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കോവിഡ് കാലം വരെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഹെൽത്ത് ക്ലിനിക് ഉണ്ടായിരുന്നു. അവിടെ ഡോക്ടറും നഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. 2007 മുതൽ 2019 വരെ നമ്മുടെ സ്കൂളിൽ ഒരു ഹെൽത്ത് ക്ലിനിക് പ്രവർത്തിച്ചിരുന്നു. 2 ക്ലാസ് മുറികളാണ് അതിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കോവിഡ് കാലം വന്നതോടുകൂടി അത് പ്രവർത്തനക്ഷമമല്ലാതായി തീരുകയും നിലവിൽ ഇതുവരെ അതിൻ്റെ പ്രവർത്തനം ഒന്നും ആരംഭിച്ചിട്ടില്ല. സ്കൂളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ക്ലിനിക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഒരു കെട്ടിടം നവീകരിക്കുകയുണ്ടായി. അത് ഇലക്ട്രിഫിക്കേഷനും സാനിറ്റേഷനും ഒക്കെ നടത്തി. പക്ഷേ ഡോക്ടറുടെ അഭാവത്താൽ നമുക്കത് ഇതുവരെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച് ക്ലിനിക്കിനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. ഭൗതിക സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒരു ഡോക്ടറുടെയും ക്ലിനിക്കൽ സ്റ്റാഫിന്റെയും സേവനം ലഭ്യമല്ലാത്തതിനാൽ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഹെൽത്ത് ക്ലിനിക്ക് വീണ്ടും തുടങ്ങാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് മലയാള മനോരമ ദിനപത്രത്തിൽ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ പറയാനായി ഒരു പങ്ക്തി തുടങ്ങിയതായി ഞാൻ കണ്ടത്. അപ്പൊ ഈ ഒരു പ്രശ്നം വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരിട്ട് കത്തായി അയച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഈ ഒരു പ്രശ്നം ഞാൻ മന്ത്രിക്കുള്ള ഒരു ഓപ്പൺ ലെറ്റർ ആയിട്ട് മനോരമയിൽ കൊടുത്തു. എനിക്ക് പത്രം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. മലയാള മനോരമ എൻ്റെ ഈ ഒരു പ്രശ്നം വലിയ പ്രാധാന്യത്തോടെയാണ് പത്രത്തിൽ കൊടുത്തത്. പക്ഷെ അന്ന് രാത്രിയാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം സംഭവിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നാളെ മന്ത്രിയായിട്ടൊരു ഡിസ്കഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് മന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് ചെല്ലാൻ പറഞ്ഞു. എനിക്ക് സന്തോഷവും എക്സൈറ്റ്മെന്റും എല്ലാം വന്ന് ഞാൻ ആകെ ത്രിൽഡായി. പിറ്റേ ദിവസം ഞാനും എൻ്റെ സ്കൂളിലെ ടീച്ചർമാരും HMഉം MPTA പ്രസിഡന്റും ഒക്കെയായി മന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. മന്ത്രി എന്നെ കണ്ടത് സ്നേഹത്തോടെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്കൂളിലെ ഹെൽത്ത് ക്ലിനിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് മന്ത്രി എനിക്ക് ഉറപ്പ് തന്നു. അവരുടെ 2 ദിവസം മുമ്പ് ഒരു കുട്ടി തലകറങ്ങി വീണു, ഒരാഴ്ച മുമ്പ് 2 കുട്ടികൾ തലകറങ്ങി വീണു. അപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ ഇപ്പോൾ 2009 തന്നെ ഇപ്പോൾ കോവിഡിന്റെ ടൈം വരെ ക്ലിനിക്കിൽ അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് മന്ത്രി എന്നോട് പറഞ്ഞതാണ് എനിക്ക് ഏറെ അഭിമാനം ഉണ്ടാക്കിയത്. എൻ്റെ സ്കൂളിലെ മാത്രമല്ല, കേരളത്തിലുള്ള സംസ്ഥാനത്തുള്ള എല്ലാ സ്കൂൾ കുട്ടികളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ ചേർന്നുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് മന്ത്രി എന്നോട് പറഞ്ഞു. നമ്മൾ ഈ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഹെൽത്ത് കാർഡുകളെ പോലെയുള്ള ഹെൽത്ത് കാർഡുകൾ സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കും എന്നും മന്ത്രി എനിക്ക് ഉറപ്പ് തന്നു. അങ്ങനെ ഞാൻ എഴുതിയൊരു കുഞ്ഞു കത്തിലൂടെ എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ പ്രശ്നം മാത്രമല്ല, സംസ്ഥാനത്തുള്ള എല്ലാ സ്കൂൾ കുട്ടികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കും, എല്ലാ കുട്ടികൾക്കും പ്രയോജനമുള്ള ഒരു കാര്യം സംഭവിക്കും എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി. സ്കൂളിൽ ഒരു ആരോഗ്യ ക്ലിനിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികളുടെ ഒരു മുറിവുണക്കാനോ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാനോ ഉള്ള ഒരു സ്ഥലം മാത്രമല്ല. തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് എന്ത് പ്രശ്നം വന്നാലും തൊട്ടടുത്ത് തന്നെ അത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പോടുകൂടി, ഒരു സുരക്ഷിതത്വ ബോധത്തോടു കൂടി കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനും ഒക്കെ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണത്. അപ്പൊ എൻ്റെ ഒരു കുഞ്ഞു കത്ത്, എൻ്റെ ശബ്ദം സംസ്ഥാനത്തുള്ള ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഉപകാരപ്രദമായി എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഏറെ അഭിമാനം തോന്നി. നമ്മൾ കുട്ടികളുടെ ഇത്തരം കുഞ്ഞു കുഞ്ഞു പരിശ്രമങ്ങളാണ് ഭാവിയിൽ വലിയ വലിയ മുന്നേറ്റങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾക്കായിരിക്കണം നമ്മൾ കുട്ടികൾ പ്രയത്നിക്കേണ്ടതും.